ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോഴത്തേനും കൺമണിയുടെ അച്ഛൻ ചെന്നിട്ട് ജോൾസിനെ കാണുന്നുണ്ട് കേട്ടോ. ജോൾസിനെ കണ്ടതിന് ശേഷം തന്നെ കൺമണിയുടെയും അതുപോലെ തന്നെ വരുണൻ്റെയും വിവാഹ നിശ്ചയത്തിൻ്റെ തീയതി കുറിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോഴത്തേനും ജോൾസിൻ പറയുന്ന ചില കാര്യങ്ങൾ ഓർത്തിട്ട് കൺമണിയുടെ അച്ഛന് ആകെ സന്തോഷമാവുകയാണ്. മറ്റൊന്നുമല്ല, കൺമണിയുടെയും അതുപോലെ തന്നെ ഈ ജാതകക്കാരൻ്റെയും ജീവിതത്തിൽ നല്ല ഉയർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഒരു കാര്യം മാത്രമാണ്, ഈ ഒരു ബന്ധം അനുസരിച്ച് കൺമണിയുടെ കല്യാണം നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ഈ ജാതകത്തിൻ്റെ പൊരുത്തം കാരണമായിരിക്കും അങ്ങനെ ഒരു ഇവിടെ കാണുന്നത് എന്ന രീതിയിലൊക്കെ പറയുമ്പോഴത്തേനും കൺമണിയുടെ അച്ഛന് നല്ല സന്തോഷമാവുന്നുണ്ട് കേട്ടോ. കാരണം തൻ്റെ മകൾക്ക് ഉയർച്ചയും വലിയൊരു സാമ്പത്തിക നേട്ടം എല്ലാം കൊണ്ടും തൻ്റെ മകൾ ഉയർന്ന രീതിയിൽ തന്നെ ആയിരിക്കും ജീവിക്കുക. സന്തോഷവും അതുപോലെ സ്നേഹമുള്ള ഒരു ഭർത്താവിനെ ആയിരിക്കും ഈ ഒരു പെൺകുട്ടിക്ക് കിട്ടുക എന്നൊക്കെ അറിയുന്നതോടുകൂടി തന്നെ അച്ഛന് വളരെയധികം സന്തോഷമാവുന്നുണ്ട്. അച്ഛൻ നേരെ ഒരു അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. തൻ്റെ മകൾക്ക് ഇത്രയും ഭാഗ്യം കിട്ടി എന്ന് പറഞ്ഞതിന് ശേഷം തന്നെ എനിക്ക് സന്തോഷമായി, ഇനിയുള്ള ജീവിതത്തിൽ എനിക്കൊന്നും തന്നെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ അച്ഛൻ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണിക്കുന്നു. അതിനുശേഷം തന്നെയാണ് കാണിക്കുന്നത് ക്രിസ് സാറിനെയും അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫിനെയൊക്കെ കാണിക്കുന്നു കേട്ടോ. അതായത് പ്രൊജക്റ്റിൻ്റെ കാര്യം എന്തായെന്ന രീതിയിലൊക്കെ ചോദിക്കുന്ന സമയത്ത് തന്നെ അത് ഒന്നും പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനും കൃഷ്ണ ആകെ ദേഷ്യം വരുന്നുണ്ട്. കാരണം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ എന്നെയാണ് അറിയിക്കേണ്ടത്. അത് അറിയിക്കാത്ത പക്ഷം ഇവിടെ ആരും തന്നെ ഈ ജോലിയിൽ തുടരേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം തന്നെയാണ് ആ ഒരു കാണിക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാഗർ സാർ പറയണ്ട എന്ന് പറഞ്ഞ കാര്യം തന്നെ എങ്ങനെയാണ് ക്രിസ് സാറിനോട് പറയുക എന്ന രീതിയിലൊക്കെ തോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും സാഗർ സാർ പറഞ്ഞിട്ടാണെന്ന് പറയുമ്പോൾ കൃഷ്ണനൊന്നും പറയാൻ പറ്റാണ്ടായിട്ടോ. അതിനുശേഷം തന്നെ ദേഷ്യത്തോടു കൂടി പോവുകയാണ്. അതിനുശേഷം തന്നെ അവിടെ ഇരിക്കുന്നുണ്ട് ദേവജി കാണുമ്പോഴത്തേനും കൃഷ്ണൻ ആകെ സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ദേവജിയുടെ അടുത്തേക്ക് പോയിട്ട് സംസാരിക്കുന്നുണ്ട് കൃഷ്. എന്താണ് പ്രശ്നം, എന്താ മോൻ്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നത്? ഞാൻ വളരെ ഭയങ്കര ഒരു പ്രശ്നത്തിലാണ്. ഒരു പേക്കി ഗ്രൂപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ആ ഒരു കമ്പനി നമ്മളെ എതിർത്ത് നിൽക്കുന്ന ഒരു കമ്പനിയാണെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ദേവിയാണെങ്കിലോ കൃഷ്ണനെ നന്നായിട്ട് തന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഗ്രൂപ്പ് വന്നോട്ടെ അലിക തന്നെയാണ് എപ്പോഴും മുന്നിട്ട് നിൽക്കുക. അലികയുമായിട്ട് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എന്ത് പ്രശ്നത്തിൽപ്പെട്ടാലും ഞാൻ ഈ ഒരു ഗ്രൂപ്പിനോട് തന്നെയാണ് ചേർന്ന് നിൽക്കുക. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ ഇവിടെ എത്തും മോനെ. അതുകൊണ്ട് ഏത് ഗ്രൂപ്പും വന്നോട്ടെ, നമുക്കൊരു പേടിയും പേടിക്കേണ്ട. നമ്മൾ എന്നും മുന്നേറുക തന്നെയാണ് ചെയ്യുക. മോൻ അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട. സാഗർ ഈ ഒരു കാര്യം പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സാഗറിനെയും ഞാൻ നല്ല രീതിക്ക് തന്നെയാണ് ഉപദേശിച്ചു വിട്ടത്. അതുകൊണ്ട് തന്നെ മോൻ ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവിജിക്ക് എന്താ ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും അതിന് സമയമായിട്ടില്ല മോനെ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ എന്താണെന്ന് പറയുന്നത് ദേവിജിക്ക് മനസ്സിലായോ എന്ന് പറയുകയാണ്. ഞാനിവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ മോൻ പറഞ്ഞത്, അതിന് സമയമായിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മോനെ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ദേവിജി. അതിനുശേഷം തന്നെ ദേവിജി പോയതിന് ശേഷം തന്നെ വിദ്യയോട് താൻ മര്യാദയില്ലാതെയാണ് പെരുമാറിയതെന്ന് പറയാൻ എന്ന് ആലോചിച്ച് കൃഷ്ണന് ഭയങ്കര സങ്കടമായിട്ടോ. അതിനുശേഷം തന്നെ വിദ്യയുടെ അടുത്തേക്ക് പോവാട്ടോ എന്നിട്ട് പറയുന്നുണ്ട്, സോറി, ഞാൻ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. വിദ്യ കണ്ണു തുടക്കി. കാരണം എനിക്ക് തെറ്റ് എൻ്റെ ഭാഗത്താണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ സ്റ്റാഫായിട്ട് ഇവിടെ തുടരരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും അല്ല, വിദ്യ ഇവിടെ തന്നെ വേണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതിന് ശേഷം തന്നെ മാനസ് അതെല്ലാം തന്നെ അവിടെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കൃഷി പോയതിന് ശേഷം തന്നെ മാനസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താണ് കൃഷി നിന്നോട് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് എന്തുകൊണ്ടാണ് നീ എന്തിനാ കരഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ ഓഫീസിലെ കാര്യമാണ്, മാഡത്തോട് പറയേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ കൃഷിൻ്റെ ഭാര്യയാവാൻ പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എനിക്കും അറിയണമെന്ന് പറയുന്നുണ്ട്. ഭാര്യ ആയിട്ടില്ലല്ലോ, ആവുമ്പോഴത്തേനല്ലേ, അപ്പോഴത്തേനും എല്ലാ കാര്യങ്ങളും പറയാം. ഇത് ഞാനും കൃഷി സാറും തമ്മിലുള്ള പ്രശ്നമാണ്, ഞങ്ങൾ തന്നെ സോൾവ് ചെയ്തു എന്നൊക്കെ പറയാട്ടോ ചെയ്യുന്നത്. പിന്നെ വിദ്യ പറയുന്നുണ്ട്, എന്നെ എടി പൊടി എന്നൊന്നും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എൻ്റെ പേര് വിളിച്ചാൽ മതി മാനസ എന്ന രീതിയിലൊക്കെ പറയുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ തന്നെ വിദ്യയ്ക്കും മാനസയ്ക്കും ഇടയിൽ ഒരു ചെറിയൊരു ഒരസൽ കാണുന്നുണ്ട്.
അതിനുശേഷം തന്നെ കൃഷി വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ സാഗറിനെ കണ്ടുകൊണ്ട് സംസാരിക്കുകയാണോ ചെയ്യുന്നത്. അച്ഛൻ എന്തിനാ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ കാര്യം എന്നോട് മറച്ചു വെച്ചത്, അതിൻ്റെ ആവശ്യകതയൊന്നും തന്നെ ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. മോനെ, നീ കല്യാണത്തിൻ്റെ തിരക്കിൽ നിൽക്കായിരുന്നു, കല്യാണ നിശ്ചയത്തിൻ്റെ തിരക്കിൽ നിൽക്കായിരുന്നു. ആ സമയത്ത് നിന്നോട് ഞാൻ എന്ത് പറയാനാണ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ മനസ്സ് വേദനിക്കും. നീ അപ്പോൾ 2-3 ദിവസത്തേക്ക് ഈ ഒരു വിഷമം ഞാൻ തന്നെ ഏറ്റെടുക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് മോനെ നിന്നോടൊന്നും പറയാഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൃഷ്ണന് നല്ല സങ്കടമാവുന്നുണ്ട്. അച്ഛാ, ഞാൻ അത് ഉദ്ദേശിച്ചല്ല. അല്ലെങ്കിലും മക്കൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. ചിലപ്പോൾ അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അച്ഛൻ, ഞാൻ അങ്ങനെയൊന്നും അല്ല. അത് സാരമില്ല മോനെ, നിൻ്റെ ഭാഗത്ത് ഞാനായിരുന്നെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ വരുൺ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ, കൺമണിയെ കൂട്ടിക്കൊണ്ട് പോകാൻ. അപ്പോൾ വരുണ് എന്തായാലും കൃഷും അതുപോലെ സാഗർ അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്നു. എന്നിട്ട് എന്തായി, കല്യാണ കാര്യങ്ങളൊക്കെ എന്തായി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഉടനെ തന്നെ ഉണ്ടാകും സർ എന്ന് പറയുന്നു. അങ്ങനെ കൃഷാണെങ്കിൽ വരുണിനോട് ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കൺമണി അവിടെ നിന്ന് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ എന്തായാലും കൺമണിയുടെ കൂട്ടിക്കൊണ്ടുപോകലും കൊണ്ടാക്കലും എല്ലാം തന്നെ വരുണാണല്ലോ. എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ, എത്രയും പെട്ടെന്ന് കല്യാണം നടക്കട്ടെ എന്ന് പറയുന്നു. അങ്ങനെ തന്നെ സാഗറും അതുപോലെ തന്നെ കൃഷിയും കൂടി സംസാരിക്കാനായിട്ട് വരുണോട്. അതിനുശേഷം തന്നെ അവർ പോകുന്നു. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ടൊരു സർപ്രൈസ് ഉണ്ടെന്ന് വരുണ് കൺമണിയോട് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അച്ഛനോട് വന്നിട്ട് കാര്യങ്ങളെല്ലാം തന്നെ സംസാരിക്കുന്നുണ്ട്. എന്താണ് സർപ്രൈസ് എന്ന രീതിയിലൊക്കെ കേട്ടോ. അങ്ങനെ സർപ്രൈസ് മോൻ തന്നെ പറഞ്ഞോളൂ എന്ന് പറയുന്നു. അപ്പോഴത്തേനും നമ്മുടെ കല്യാണ തീയതി അച്ഛൻ കുറിച്ച് വന്നിട്ടുണ്ടെന്ന് പറയുന്നു. ചിങ്ങമാസത്തിലാണെന്ന രീതിയിലൊക്കെ പറയാട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോഴത്തേനും കൺമണിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ജാതക പൊരുത്തം കണ്ടപ്പോൾ ജോത്സ്യൻ എന്താണെന്നറിയോ പറഞ്ഞതുപോലെ നിങ്ങളുടെ വിവാഹം നേരത്തെ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണെന്നൊക്കെ കേട്ടോ. അത് കേൾക്കുമ്പോൾ കൺമണിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ടെങ്കിൽ റൂമിൽ പോയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു.